ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ +2 കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ സ്റ്റുഡിയം കൊളീഗ് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാൻ വരാൻ പറ്റുക. പക്ഷേ ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത്. അതായത് സ്റ്റുഡിയം കൊളീഗ് ഇല്ലാതെ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റുഡിയം കൊളീഗ് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഈ സ്റ്റുഡിയം കൊളീഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ സ്റ്റുഡിയം കൊളീഗിനെ കുറിച്ചും ബാച്ചിലേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം ഇന്നൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ പേര് ക്രിസ്റ്റോ ജിയോ എന്നാണ്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് എൻ്റെ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റ് ടെലിമാറ്റിക് ആണ്. ഞാൻ ഇവിടെ താമസിക്കുന്നതും പഠിക്കുന്നതും ബെർലിനിലാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് ടെക്നിക്കൽ ഹോക്സ്ചൂളെ വിൽഡോ, TH വിൽഡോ. അപ്പൊ ക്രിസ്റ്റോ, ഇവിടെ നാട്ടില് +2 പഠിച്ചിട്ട് ഇവിടെ ബാച്ചിലർ പഠിക്കാനായിട്ടുള്ള ആദ്യത്തെ പടി എന്താണ്? ആദ്യത്തെ പടി എന്തായാലും നമ്മുടെ 10ന്റെയും +2ന്റെയും സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മുടെ ഒരു ലാംഗ്വേജ് ലെവൽ B2 വരെ ഉള്ളത്. ഇത് രണ്ടും വെച്ച് നമ്മൾ സ്റ്റുഡിയം കൊളീഗിന് അപ്ലൈ ചെയ്യണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്. അപ്പോ സ്റ്റുഡിയം കൊളീഗ് എന്ന് പറഞ്ഞാല് എന്താണ്? സ്റ്റുഡിയം കൊളീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനും, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷനും ഈ ജർമ്മൻ എഡ്യൂക്കേഷനും ഈക്വലന്റ് ആക്കാൻ വേണ്ടി ഒരു കൊല്ലത്തെ ഒരു ഫൗണ്ടേഷൻ ഇയർ പോലെ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അത് ജർമ്മനിക്ക് പുറത്തുള്ള പുറത്തുനിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റും ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാനായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട ഒരു 1 ഇയർ പ്രോഗ്രാമാണ്. അത് ചെയ്തിട്ടേ നമുക്ക് ബാച്ചിലേഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. സ്റ്റുഡിയം കൊളീഗിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? സ്റ്റുഡിയം കൊളീഗിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട റിക്വയർമെന്റ് നമ്മുടെ 10ന്റെയും +2ന്റെയും സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജർമ്മൻ ലെവല്, നമ്മുടെ ജർമ്മന്റെ ഭാഷ ലെവല് A1, A2, B1, B2, C1, C2 വരെയാണ്. അതിൽ നമ്മൾ B2 വരെ കംപ്ലീറ്റ് ചെയ്യണം. B2 വരെ കംപ്ലീറ്റ് ചെയ്ത് അത് നമ്മുടെ എക്സാം എഴുതി ജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ യൂണി അസിസ്റ്റ് വഴി ഉള്ള ഒരു പോർട്ടൽ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ സ്റ്റുഡിയം കൊളീഗിന് അപ്ലൈ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റീസിൽ. ഈ യൂണി അസിസ്റ്റ് എന്ന് പറയുന്നത് അതെന്താണത്? യൂണി അസിസ്റ്റ് എന്ന് പറയുന്ന പോർട്ടല്, യൂണി അസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നമുക്കും യൂണിവേഴ്സിറ്റീസിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഒരു പോർട്ടല്, ഒരു സൈറ്റ്, അതില് ജർമ്മനിയിലുള്ള അറൌണ്ട് 150 യൂണിവേഴ്സിറ്റീസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് എങ്ങനെ അപ്ലൈ, അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും യൂണി അസിസ്റ്റിൽ അവർ കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ യൂണിവേഴ്സിറ്റീസ് ഇല്ല, ഒരു 150 യൂണിവേഴ്സിറ്റീസ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് യൂണി അസിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എമൗണ്ട് അടയ്ക്കണം. ഒരു 75 യൂറോസ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലുള്ള യൂണിവേഴ്സിറ്റീസിൽ നമ്മളിങ്ങനെ നോക്കാം, നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസ് ഏതെടുക്കാം. എന്നിട്ട് അതിൽ കയറി നമ്മുടെ ഈ സ്റ്റുഡിയം കൊളീഗിന്റെ എൻട്രൻസ് എക്സാമിന്, അതായത് സ്റ്റുഡിയം കൊളീഗിന് അപ്ലൈ ചെയ്യാം. അപ്പൊ സ്റ്റുഡിയം കൊളീഗിന് അപ്ലൈ ചെയ്യുമ്പോൾ അവര് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഓരോന്ന് ഫില്ല് ചെയ്യാൻ പറയും. ഇങ്ങനെ ജർമ്മൻ ലെവൽ ഏതുണ്ട്, ഇപ്പൊ നമ്മള് B2 എന്ന് കൊടുക്കുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പറയും. നമ്മുടെ 10ന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും, +2ന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് എല്ലാം സേവ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അവരൊരു 1-2 ആഴ്ചത്തെ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ അവര് വന്നിട്ട് അത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിക്ക് അവർ നമ്മുടെ ഡോക്യുമെന്റ്സ് അയക്കും. യൂണിവേഴ്സിറ്റിക്ക് അയക്കുമ്പോൾ അതിന് ഫീസ് ഉണ്ടോ എക്സ്ട്രാ? നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 30 യൂറോ വെച്ച് നമ്മൾ അടയ്ക്കണം. അപ്പൊ യൂണി അസിസ്റ്റിന് 75 യൂറോയും ഓരോ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് 30 യൂറോ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സും സംഭവങ്ങളും എല്ലാം യൂണി അസിസ്റ്റ് തന്നെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റീസിക്ക്, നമ്മൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റുഡിയം കൊളീഗിന് കയറാനുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ഏത് യൂണിവേഴ്സിറ്റി കയറാണെങ്കിലും ഇങ്ങനെ കോമൺ ആയിട്ടൊരു എക്സാം അല്ല, ഇത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് നോക്കുന്നത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ എൻട്രൻസ് എക്സാം ഉണ്ട് അവരുടെ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതില് നമുക്ക് പോയി എഴുതാനോ അതിനുള്ളൊരു
അപ്പോയിന്റ്മെന്റ് ഒരു ഓഫർ ലെറ്റർ നമുക്ക് അവരയച്ചു തരും. ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചോട്ടെ, അതായത് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നു പറഞ്ഞല്ലോ, അതായത് ഓൺലൈൻ ആയിട്ടല്ലേ ഈ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടുന്നത്? ഓക്കെ. അപ്പൊ ഈ ഓഫർ ലെറ്റർ വെച്ചിട്ട് നമ്മൾ എൻട്രൻസ് എക്സാം എഴുതേണ്ടത് നാട്ടിലിരുന്നാണ് എഴുതേണ്ടത് അതോ ജർമ്മനിയിൽ വന്നിട്ടാണോ നമ്മൾ എഴുതേണ്ടത്? അല്ല, നമുക്ക് അവര് ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞ് തരുന്നത് ജർമ്മനിയിൽ ചെന്ന് അവരൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ഡേറ്റിൽ അവര് യൂണിവേഴ്സിറ്റിയിൽ പോയി നമ്മൾ എഴുതാൻ ഉള്ള അവിടെ ചെന്ന് എക്സാം എഴുതാനുള്ള ഒരു ഡേറ്റ് ആണ് അവർ തരുന്നത്. അതാണ് ഈ ഓഫർ ലെറ്റർ. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മളൊരു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റി വഴി എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ നമുക്ക് കിട്ടും. ഈ ഓഫർ ലെറ്ററും ബാക്കി വിസയ്ക്ക് വേണ്ട റിക്വയർമെന്റ്സ്, അതായത് ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് ആയ ഒരു 10,200 യൂറോസ്, അതുപോലെ തന്നെ വേണ്ട വിസയ്ക്ക് വേണ്ട അടുത്ത പേപ്പേഴ്സ് എല്ലാം കൂടി ഇതും കൂടി ഉണ്ടായാലാണ് നമുക്ക് നാട്ടിൽ നിന്ന് വിസ കിട്ടുള്ളൂ. എന്ത് വിസയ്ക്ക്? സ്റ്റുഡന്റ് വിസയാണോ? സ്റ്റുഡന്റ് വിസ അല്ല കിട്ടാ, നമുക്കൊരു 3 മാസത്തെ വിസ അവർ അടിച്ചു തരും. നമുക്ക് എങ്ങനെ പോയാലും നാട്ടിൽ നിന്ന് എങ്ങനെ പോയാലും മിനിമം ഒരു 3 months വിസ അവർ അടിച്ചു തരും. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഏറ്റവും വലിയ മെയിൻ ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ഈ പറഞ്ഞ ഓഫർ ലെറ്റർ. ഈ പറഞ്ഞ ഓഫർ ലെറ്റർ ഇല്ലാണ്ട് നമുക്ക് ജർമ്മനിക്ക് അല്ലെ വിസ കിട്ടൂല. അപ്പൊ ഈ ഓഫർ ലെറ്റർ വെച്ച് നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അങ്ങനെ വിസ നാട്ടിൽ നിന്ന് കിട്ടും 3 മാസത്തേക്ക്. അപ്പോ ഇന്ന ഡേറ്റ് ഈ ഒരു സമയമാകുമ്പോഴേക്കും വന്ന് നമ്മൾ ഇങ്ങനെ നമുക്ക് ഏതൊക്കെ കോളേജിൽ കിട്ടിയിട്ടുണ്ടോ ആ കോളേജിലൊക്കെ പോയി നമ്മൾ എൻട്രൻസ് എക്സാം എഴുതാം. എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ എൻട്രൻസ് എക്സാം കിട്ടാന്ന് വിചാരിക്കുക, എഴുതി ജയിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അവർ പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റുഡന്റ് കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്തു, അവിടെ ഇമ്മട്രിക്കുലേറ്റ് ആയി, അതിന്റെ പേപ്പർ വെച്ച് നമുക്ക് വീണ്ടും വിസ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ജർമ്മനിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു കൊല്ലത്തിന്റെ കൂടുതലോ ഒരു കൊല്ലമൊക്കെ ആയിട്ട് കിട്ടും വിസ. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്റ്റുഡന്റ് കോളീഗ് ചെയ്യാനായിട്ടുള്ള എൻട്രൻസ് എക്സാം ചെയ്യാനായിട്ടുള്ള ഓഫർ ലെറ്റർ കിട്ടും. ആ ഓഫർ ലെറ്ററും ബ്ലോക്ക്ഡ് അക്കൗണ്ടും അതോടൊപ്പം വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ബേസിക് റിക്വയർമെന്റ്സും വെച്ച് നമ്മൾ വിസ അപ്ലൈ ചെയ്യാം. നമുക്ക് 3 മാസത്തെ വിസ കിട്ടും. ആ 3 മാസത്തെ കാലാവധിയിൽ നമ്മൾ ഏതൊക്കെ കോളേജുകളിൽ നമുക്ക് സ്റ്റുഡന്റ് കോളീഗിന്റെ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അവിടെ വന്ന് എക്സാം എഴുതാം. എന്നിട്ട് നമ്മൾ എക്സാം പാസ് ആവുകയാണെങ്കിൽ നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഇവിടെ ജർമ്മനിയിൽ നിന്ന് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് അത് ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തെ വിസ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് കോളീഗ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ക്രിസ്റ്റോ, ഈ സ്റ്റുഡന്റ് കോളേജ് എൻട്രൻസ് എക്സാം എഴുതിയല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കണ പോലെ അത്ര എളുപ്പമല്ല. എന്നാ നമ്മളൊന്നും വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതായത് നത്തിങ് ഈസ് ഇംപോസിബിൾ ഇഫ് ഐ ആം പോസിബിൾ. അതെ. അപ്പോ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ അതിന്റെ ഇപ്പോ സ്റ്റുഡന്റ് കോളേജില് ഇപ്പോ അതിന്റെ ഒരു എക്സാം എന്ന് പറയുന്നത് ജർമ്മന്റെ എക്സാം ഉണ്ടാവും, അതുപോലെ തന്നെ മാത്സ് ഉണ്ടാവും. മാത്സ് നമ്മുടെ +2 പഠിച്ച സിലബസ്, അതിന്ന് ആ സിലബസ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമുക്ക് ആ മാത്സ് അതിന്ന് വരുന്ന ആ ഒരു ചാപ്റ്റേഴ്സ് അതിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക +2 സിലബസിൽ നിന്ന്. അതുപോലെ തന്നെ ജർമ്മന്റെ എക്സാം എന്ന് പറയുന്നത് പല യൂണിവേഴ്സിറ്റിക്കും പല ടൈപ്പാണ്. ഞാനൊരു 5 സ്ഥലത്ത് ഇങ്ങനെ 6 സ്ഥലത്ത് എക്സാം എഴുതിയിരുന്നു ഇങ്ങനെ സ്റ്റുഡന്റ് കോളേജിന്റെ എൻട്രൻസിന് വേണ്ടി. ചില സ്ഥലത്ത് പറയുന്നത് നമ്മളൊരു ജർമ്മന്റെ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു 5 പാരഗ്രാഫ് ഉണ്ടാവും, അതിലിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യണ പോലെ. ബാക്കി ചിലത് കേട്ട് ഇതൊക്കെ എഴുതണ പോലെ. നമുക്ക് അത് പാസ്സാവാനൊക്കെ പറ്റും, കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പാസ്സാവാൻ പറ്റും. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ ചുരുക്കം സീറ്റുകളാണ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ അവർ ഓഫർ ചെയ്യണുള്ളൂ. അറൌണ്ട് 80-60 സീറ്റ്സ് ആണ് ഓരോ വിഭാഗത്തിലും. ഓരോ വിഭാഗമല്ല, മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് കോളേജിൽ ഓഫർ ചെയ്യണുള്ളൂ. ഈ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ജർമ്മനിയിൽ 4 ഫീൽഡുകളാണ് ഉള്ളത്. ഒന്ന് ടി ഫീൽഡ്, ടെക്നിക്കൽ ഫീൽഡ്, രണ്ടാമത്തത് മെഡിക്കൽ ഫീൽഡ്, മൂന്നാമത്തത് ഇങ്ങനെ ആർട്സ് ഫീൽഡ്, സബ്ജക്ട്സ് ഫീൽഡ്, നാലാമത്തത് ബാക്കി ഇതിലൊന്നും പെടാത്തതും
ബാക്കി വരുന്ന സബ്ജക്ട്സ് ഒക്കെ ഉള്ള ഒരു ഫീൽഡ്, സയൻസ് ഫീൽഡൊക്കെ. അപ്പോ ഓരോ ഫീൽഡിനും ഇങ്ങനെ ഇവര് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 സീറ്റുകളായിട്ടാണ് മൊത്തം 80 സീറ്റുകൾ. അപ്പോ ഈ 80 സീറ്റുകൾക്ക് വേണ്ടി എഴുതാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് വരും. ഒരുപാട് ഇപ്പോ ജർമ്മനിയില് നല്ല രീതിക്ക് പുറത്തുനിന്ന് ബാച്ചിലേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് വരുന്നത് ഒരുപാട് സ്റ്റുഡൻസ് എക്സാം എഴുതാൻ ഉണ്ടാവും. അപ്പോ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള 20 പേരെയാണ് ഇവരിങ്ങനെ സെലക്ട് ചെയ്യുക. ഓരോ നമ്മളിപ്പോ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊടുക്കണ്ടാവും ഏത് ഫീൽഡിലേക്കാണ്. അപ്പോ അതൊരു കടമ്പയാണ്, കടന്നു കിട്ടും. ഈ സ്റ്റുഡിയൻ കൊളീഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫൗണ്ടേഷൻ കോഴ്സ് ആണല്ലോ. അപ്പൊ അതില് എന്തൊക്കെ പഠിക്കണം, അതിന്റെ സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് ഫീൽഡ് എടുക്കണേന്ന്. സ്റ്റുഡിയൻ കൊളീഗാണ് എടുക്കണേന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്സ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, പിന്നെ ജർമ്മൻ ഉണ്ടാവും, ജർമ്മൻ ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാക്ടോഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും പഠിക്കുമ്പോൾ കുറെ ടെക്നിക്കൽ നമ്മളെല്ലാം ജർമ്മനിലാണ് പഠിക്കുന്നത്. സ്റ്റുഡിയൻ കൊളീഗ് തൊട്ട് പിന്നെ ഇംഗ്ലീഷ് ഇല്ല, നമ്മള് ജർമ്മനിലാണ് എല്ലാം പഠിക്കുന്നത്. ഫാക്ടോഷ് എന്ന് പറയുന്നത് ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വരുന്ന ഓരോ വേർഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ജർമ്മനിൽ പഠിക്കില്ല. അത് സബ്ജക്ട്സ് ഓറിയന്റഡ് വേർഡ്സ് ഒക്കെ ആണ്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജർമ്മന്റെ ക്ലാസ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടാവും, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഇൻഫോർമാറ്റിക് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ടാവും. ഇതെല്ലാം കൂടി 2 സെമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കൊല്ലം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് സ്റ്റുഡിയൻ കൊളീഗ്. ഇതിന്റെ അവസാനം FSP എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, സ്റ്റുഡിയൻ കൊളീഗിന്റെ ഏറ്റവും അവസാനം. അതൊരു വലിയൊരു കടമ്പയാണ്. അത് നമ്മൾ FSP പാസ്സാവണം, നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതൊക്കെ പഠിച്ച് FSP പാസ്സാവാൻ വേണം. അതുപോലെ തന്നെ ഈ ഒരു 1 ഇയർ കൊണ്ട് നമ്മുടെ ജർമ്മൻ ലെവല് C1 C2 ആ ഒരു ലെവലിൽ നമ്മൾ എത്തി കംപ്ലീറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ബാച്ചിലേഴ്സിന് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ സ്റ്റുഡിയൻ കൊളീഗ് പാസ്സായി, അതോടൊപ്പം ജർമ്മൻ C1 ലെവലും പാസ്സായി. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോ നമുക്ക് നമുക്ക് വേണ്ട മെയിൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റുഡിയൻ കൊളീഗ് പാസ്സായ FSPയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ജർമ്മൻ ലെവൽ C1ന്റെ സർട്ടിഫിക്കറ്റും ആണ്. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയൻ കൊളീഗ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഇതിലൂടെ അഡ്മിഷൻ ഈസി അല്ല ഉറപ്പിക്കാം. കാരണം നമ്മുടെ ഇത് ഇവരെ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ ഇവരെ ഓൺലൈൻ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ വേണ്ട കോഴ്സ് എന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യാം. നമുക്ക് സുഖമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടും, അടുത്ത ഈ സെമസ്റ്റർ തൊട്ട് നമുക്ക് നമ്മുടെ പഠിത്തം തുടങ്ങാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, നമുക്ക് വേറെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന ആഗ്രഹമാണെങ്കിൽ നമ്മൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ FSP അതായത് സ്റ്റുഡിയൻ കൊളീഗിന്റെ സർട്ടിഫിക്കറ്റും ജർമ്മൻ ഭാഷയുടെ C1ന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മുടെ FSP അതായത് സ്റ്റുഡിയൻ കൊളീഗിന്റെ മാർക്ക് വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത്. കാരണം വേറെ ഇഷ്ടംപോലെ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ സീറ്റ്സും എല്ലാ സ്ഥലത്തും ലിമിറ്റഡ് ആണ്. കാരണം എങ്ങനെ പോയാലും ഒരു കോഴ്സിൽ മാക്സിമം 40 സീറ്റ്സോളൊക്കെ ഉണ്ടാവുള്ളൂ, 40-30 സീറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ മെക്കാനിക്കൽ പഠിക്കാനായാലും ഇലക്ട്രിക്കൽ പഠിക്കാനായാലും അപ്പൊ അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മാർക്കും ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ്, അത് വെച്ച് ഡിസൈഡ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ചെലവ് വരുന്നത് 10,200 യൂറോന്റെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കുക മാത്രമാണോ, അതുകൂടാതെ വേറെ എന്തെങ്കിലും ചെലവ്, അതായത് ഇപ്പൊ സെമസ്റ്റർ ഫീസ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ച വഴിയില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് B2 കഴിഞ്ഞ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുന്ന ഒരാൾക്കാണെങ്കിൽ അപ്ലൈ ചെയ്ത് വരുന്ന വഴിയാണെങ്കിൽ 10,200 ബാങ്കിൽ കാണിക്കേണ്ട എമൗണ്ട്. അതിനപ്പുറത്ത് പിന്നെ ഇവിടെ പിന്നുള്ള ചെലവ് എന്ന് പറയുന്നത് നമ്മളിവിടെ കയറി വന്നിട്ടാ. ഇപ്പൊ സെമസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞില്ല, നമുക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സെമസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് അടയ്ക്കണം. ആ അടയ്ക്കെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സിറ്റിയിൽ യാത്ര ചെയ്യാനുള്ള ആ ഒരു കാർഡ് കിട്ടും, നമുക്ക് ID കാർഡ്. അതിൽ നമുക്ക് സിറ്റിയിൽ യാത്ര ചെയ്യാൻ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ബാക്കി ഇപ്പോ
ലൈബ്രറിയിലായാലും സൂല് അങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ് കാർഡിന് ഡിസ്കൗണ്ട് ഒരു 30-40% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ളൊരു എമൗണ്ട് ആണ് നമ്മൾ സെമസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞാൽ അടക്കുന്നത്. അതാണ് നമുക്ക് പിന്നെ വരുന്ന ചെലവ്. അല്ലാണ്ട് നമ്മൾ ഈ ഒരു വഴിക്ക് അല്ലാണ്ട് നാട്ടിൽ നിന്ന് നമ്മുടെ ഏജൻസി വഴി വരാണെങ്കിൽ 1200 അതിനേക്കാളും കൂടുതൽ കാശ് നമ്മൾ നന്നായിട്ട് അടക്കേണ്ടി വരും. അപ്പൊ ഈ 10,200 എന്ന് പറയുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട്, നമുക്കുള്ളൊരു എമൗണ്ട് തന്നെയാണ്. അത് ഒരു നമുക്കൊരു വിസ നമുക്ക് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് അടിച്ചു കിട്ടണമെങ്കിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു തിങ് ആണ്. അതൊരു നമ്മൾ ബാങ്കിൽ നമ്മളൊരു 10,200 ബ്ലോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ ഒരു പേപ്പറും കൂടി ഉണ്ടായാലാണ് നമുക്ക് ജർമ്മനിയിലേക്ക് വിസ കിട്ടുള്ളൂ. നമ്മൾ ജർമ്മനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 1 ഇയർ നമുക്ക് വേണ്ട റെന്റിനുള്ളതും ഫുഡിനുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് 10,200 എന്ന് പറയുന്നത്. നമുക്കത് മാസം ഒരു 700 ആയിട്ട് അൺബ്ലോക്ക് ചെയ്ത് കിട്ടി. നമുക്കത് ഒരു കൊല്ലത്തേക്കുള്ള അത് മൊത്തത്തിൽ 10,200 ആയിട്ട് ഒരു കൊല്ലത്തേക്കുള്ള നമ്മുടെ ചെലവിനും എല്ലാത്തിനായിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. അത് നമ്മുടെ കാശ് തന്നെയാണ് 10,200. ഈ 10,200 നമ്മൾ ബ്ലോക്ക് അക്കൗണ്ട് ആയിട്ട് കാണിക്കണമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യുക? അപ്പൊ അതിന് നമുക്ക് ചെയ്യാനായിട്ട് നാട്ടില് 2 വഴികളുണ്ട്. രണ്ടും ഇത് ആദ്യം ചെയ്യണമെങ്കിൽ ഈ ചെയ്യണ ബാങ്ക് ജർമ്മനിയിലെ ഒരു ബാങ്കായിട്ട് ലിങ്കുള്ള ഒരു ബാങ്ക് ആയിരിക്കണം. അപ്പൊ അതിന് നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഡോയ്ഷെ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കും അതുപോലെ തന്നെ ഫിൻഡിബ എന്ന് പറഞ്ഞ ബാങ്കും. ഈ ഫിൻഡിബ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ബാങ്കിങ് പോലെയാണ്. നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഫിൻഡിബ ബാങ്കാണ് ഇത്തിരി കൂടി എളുപ്പം. അതായത് കയറി നമ്മള് ഇങ്ങനെ ഒരു അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കും. ഇതൊരു ബ്ലോക്ക് എമൗണ്ടിന് വേണ്ടിയുള്ള ഒരു ബാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ബ്ലോക്ക് ആയി കിടന്നിട്ട് ഫിൻഡിബയിൽ ഒരു കൺഫർമേഷൻ കിട്ടും ഇത്ര എമൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് വിസ എക്സ്റ്റൻഷൻ ഓഫീസിലേക്ക് പോവാം വിസ എടുക്കാൻ വേണ്ടി. പിന്നെ ഇതല്ലാണ്ട് വേറൊരു വഴിയും കൂടി എന്ന് പറയുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്കിനും ജർമ്മനി ആയിട്ടൊരു ലിങ്ക് ഉണ്ട്. പക്ഷെ അത് ഇത്തിരി കൂടിയും പ്രോസസ്സ് ഇത്തിരി കൂടി ടൈം എടുക്കുന്നതും ഇത്തിരി കൂടി ഡിഫിക്കൽട്ടും ആണ്. അപ്പൊ ഇത്തിരി കൂടി എളുപ്പം ഈ ഡോയ്ഷെ ബാങ്കോ അല്ലെങ്കിൽ ഫിൻഡിബയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നമ്മളിപ്പോ അഡ്മിഷൻ എല്ലാം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്കോമഡേഷൻ വേണമല്ലോ. അതിപ്പോ യൂണിവേഴ്സിറ്റി തന്നെ ശരിയാക്കി തരുമോ അല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണോ? എങ്ങനെയാണത്? ഇപ്പോ എല്ലാ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ ഒരു ഹോസ്റ്റൽ പോലത്തുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഈ കുറെ സ്റ്റുഡൻസ് വരുന്ന കാരണം ഇത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു മിനിമം ഒരു 3 months മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു സൗകര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് കുറെ ആപ്പുകൾ സൈറ്റുകൾ ഉണ്ട്. അതിൽ ഇങ്ങനെ കയറി നോക്കിയാൽ നമുക്ക് ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് വീടുകൾ ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ 1 room 2 room അങ്ങനെ ഷെയർ ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അക്കോമഡേഷൻ നമുക്ക് വലിയ പാടില്ല, നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. ഇവിടെ വന്ന് ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിലോ ഇവിടെ ജർമ്മനിയിൽ പഠിക്കാനായിട്ട് ജർമ്മനിയിൽ ഹയർ എഡ്യൂക്കേഷൻ നടത്താനായിട്ട് ഇപ്പൊ സ്റ്റുഡൻസ് അട്രാക്റ്റീവ് ആവാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും? അതിലിപ്പോ ഒബ്വിയസ്ലി അതിന്റെ ഫീസ് എന്ന് പറഞ്ഞൊരു ഘടകം തന്നെയാണ്. നമുക്കിപ്പോ ജർമ്മനിയിലേക്ക് കയറി വരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പാത്തിലൂടെ കയറി വരണമെങ്കിൽ ജസ്റ്റ് 10,200 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുള്ള കാശ് മാത്രമല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വേറൊരു കാശ് കൊടുക്കുന്നില്ല, എമൗണ്ട് സ്പെൻഡ് ചെയ്യണില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അവർ നോ ട്യൂഷൻ ഫീസ് ഫ്രീ ആയിട്ടാണ് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട സെമസ്റ്റർ ഫീസ് മാത്രം അടച്ചാൽ മതി, വേറെ എല്ലാം ഫ്രീ ആയിട്ടാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഒരു ബിഗ് ഫാക്ടർ ഇതിന് വേണ്ടതും. അതുപോലെ തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ വേൾഡ് ക്ലാസ് ആണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹൈ, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇവിടുത്തെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ജർമ്മൻ സർട്ടിഫിക്കറ്റ്സിന് നല്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ എല്ലാം ഇത് തന്നെയാണ് ഒരു അട്രാക്റ്റീവ് പാക്കേജ് ആയിട്ട് ജർമ്മനി മുന്നിൽ നിൽക്കാൻ കാരണം. ഈ ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കട്ടെ. ജർമ്മനിയിൽ 16 സ്റ്റേറ്റ് ആണുള്ളത്. അതില് ബാഡൻ ഗുട്ടംബർഗ് അതേമാതിരി ബയൺ, ഈ 2 സ്റ്റേറ്റുകളിലും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫീസ് കൂടുതലാണ്. സെമസ്റ്റർ ഫീസ് കുറച്ചുകൂടി കൂടുതലാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ കുറച്ച് കുറവാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ അഡ്മിഷന്റെ പ്രോസസ്സും അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്? വേറെ ശ്രദ്ധിക്കാന്ന് പറയുന്നുള്ളത് നമ്മൾ ഒരിക്കലും ഏജൻസി വഴി അല്ലെങ്കിൽ ഏജന്റുകൾ വഴിയോ നമ്മൾ ജർമ്മനിയിലേക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം.
കാരണം ഏജന്റുമാർക്ക് ഏജൻസികൾക്ക് ഒരിക്കലും ജർമ്മനിയിലത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാവില്ല. അവർക്ക് അത് പറ്റില്ല. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റി എപ്പോഴും ഒരാളായിട്ട് ടൈപ്പ് ഇല്ലാത്തവരാണ്. അവർ നമ്മൾ സ്വയം നമ്മുടെ എക്സാം ഒക്കെ എഴുതി കയറി പറ്റാൻ പറ്റുള്ളൂ. ഈ ഏജൻസി വഴി വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർ നമ്മളെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലേക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മളെ അഡ്മിഷൻ ചെയ്ത് തരും. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലാംഗ്വേജ് സ്കൂളിലേക്ക് അവർ നമ്മളെ കയറ്റി തരുന്നത്. അത്രയാണ് ഈ ഏജന്റുകാർ ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ അവർ നമ്മളെ പിന്നെ അവർക്കും നമ്മളായിട്ട് നമ്മളൊരു ബന്ധമില്ലാത്ത പോലെ ആയിരിക്കും. അപ്പോൾ പ്രൈവറ്റിൽ ഇവിടെ നമ്മൾ 3 കൊല്ലം 4 കൊല്ലം പഠിക്കുമ്പോൾ ഓരോ കൊല്ലം 8,000 9,000 അത്രയും യൂറോസ്, അതായത് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഒരു ഇത്തിരി കുറവ് നമ്മൾ വെച്ച് കൊല്ലം അടക്കേണ്ടി വരും. ഈ 9,000 യൂറോസ് നമ്മൾ ഒരു കൊല്ലം അടക്കുന്നത് കൂടാതെ നമ്മൾ ജർമ്മനിയിലേക്ക് അങ്ങനെ കയറി വരാണെങ്കിൽ 10,200 യൂറോസ് ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കണം. അപ്പൊ നമ്മൾ അപ്പൊ ഏജന്റ് ഫീസും നമ്മുടെ ഈ ഫീസും ബ്ലോക്ക് അക്കൗണ്ടും എല്ലാം കൂടി ഫീസ്, ഏജന്റ് ഫീസ്, ബ്ലോക്ക് അക്കൗണ്ട് ഫീസ് എല്ലാം കൂടി കഴിയുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ആയി 20,000 എബവ് ആയി ഫീസ് നമ്മൾ ജർമ്മനിയിലേക്ക് കയറി വരുന്നേക്കാൾ മുമ്പ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന അക്കോമഡേഷൻ അതിന്റെ വേറെ. കാരണം ഇങ്ങനെ കയറി വരുമ്പോ ഇവര് ഏജൻസി നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. നമ്മളിവിടെ കയറി വന്ന് നമ്മൾ തന്നെ അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം ഏജൻസിക്കാരായിട്ട് അല്ലെങ്കിൽ ഏജന്റുകാരായിട്ട് വരാണ്ടിരിക്കാൻ നോക്കാം. മാക്സിമം നമ്മൾ സ്വയം ഒന്ന് ഇത്തിരി എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഓൺലൈൻ കയറി അപ്ലൈ ചെയ്ത് കയറി വരാണെങ്കിൽ ഇത്തിരി എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ് നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാവും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു ഇൻഷുറൻസ് മസ്റ്റാണ്. അതൊരു ഡോക്യുമെന്റിൽ നമുക്ക് കാണിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് അക്കൗണ്ട് ഈ ഫിൻഡിബ ബാങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് അവർ വഴി തന്നെ ഒരു 3 മാസത്തേക്ക് 6 മാസത്തേക്ക് എത്ര മാസത്തേക്കെന്ന് വെച്ചാൽ വേണ്ട ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അവർ വഴി നമുക്ക് അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ജർമ്മനിയിലേക്കുള്ള ഇൻഷുറൻസ് ചെയ്യാതെ വെച്ച് നമുക്ക് വിസ കിട്ടാൻ എളുപ്പമാണ്. നമുക്ക് സ്റ്റുഡിയം കൊളീഗ് ഇല്ലാതെ നേരിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളൊരു ഫ്രണ്ട് ഞങ്ങൾക്കുണ്ട്. ഫ്രണ്ടിന്റെ പേര് നെസ്ബി നീരാളക്കോട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നെസ്ബിയുടെ എക്സ്പീരിയൻസും അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും അതെങ്ങനെ പഠിക്കാം അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാം. Hello, guten Tag. My name is Nesbi, and today I'm going to give a quick run through of how did I apply for my bachelor's in Germany. I did my bachelor's in International Retail Management in Technische Hochschule Ingolstadt. It is a 3.5-year course, and I applied by myself without using any agents. So first and foremost thing that you should understand is this process takes time. You need to plan ahead because there is 2 intakes, the summer and winter intakes, and the application deadlines for these are actually months prior. So you would need to plan ahead on to preparing all the documents ready as well as applying them on time. So first thing to remember is to plan ahead. Months will go by, but you will have to stay in plan. How can I apply? So before you understand that there is a fundamental difference in schooling between India and Germany. In India, we have 10+2 as our schooling system, and in Germany there is 10+3. So you can understand that with our schooling certificates, it is not valid in Germany. So we will have to get past that. There are 2 ways to get past it. One is Studienkolleg. It is an examination that you would need to pass to qualify yourself that you can apply for a bachelor's in Germany. This exam will be conducted in German, as well as the subjects will be related to the subjects that you've learned in school, as well as the subjects that you're wishing to study in college. So you will have to study for a year and write this exam and pass and get through. Option number 2 is to actually do that 1 additional year of college in India. So this is an option that I took as well. So what you would need to do is to apply for a university in India, do 1 year of the course, 2 semesters. You will have to add up the semester mark list for them together and apply for the university in Germany directly. So before applying for the university in India, you would need to make sure that the university is recognized in Germany first. You will need to find out the university that you're going to study is recognized in Germany. After applying for, so for example, for my university, we had different requirements. For example, this will vary according to state as well as different universities. So for my university, the requirements were 10th mark list, 12th mark list, this 1 additional year of 2 semester mark list, as well as
IELTS 7.5 as well as Goethe German language in A2. So these were basic and important criteria that was an entry level qualification for my university, and it is pretty much the same for many universities as well, but you would need to find out these informations individually how different it is from universities. So where can you apply? The most important thing is to remember is 2 websites to apply for. You would need to use this website called UniAssist and to DAAD, DAAD. These 2 websites have been incredibly helpful for me to understand how to apply, because these websites are very credible and it's run by the government as well. So there's a lot of information which are important to you too, how to apply, as well as the universities, what you're applying for, the courses they have, the intakes they have, the costs of the university as well. All of these details are mentioned in the website, so you will have to make sure these websites are being used. And visa application, this is also a time consuming process. You will have to plan ahead on to creating the blocked account for the bank, as well as attesting all the certificates that you would need to apply for the visa as well. So this gives a run through of how to apply for the university in Germany. I hope this helps, and first to remember is to plan ahead, 2 is to make sure you do enough research on these 2 websites, and 3 to choose the option that you wish to take. I hope this helps. Viel Glück. Ciao. സ്റ്റുഡിയം കൊളീഗ് ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് ബാച്ചിലേഴ്സിന് ചേരാം അല്ലെങ്കിൽ പഠിക്കാം എന്നതിനെ കുറിച്ച് നെസ്ബി പറഞ്ഞു കഴിഞ്ഞു. ഞാനപ്പോൾ ഇതിലെ കോറായിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ്. അതായത് നാട്ടിൽ നമ്മൾ ഡിഗ്രി ഒരു വർഷം നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിക്കണം. ആ പഠിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ഇവിടത്തെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റുഡിയം കൊളീഗ് ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാം. പിന്നെ വേറൊരു കാര്യം, ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാട്ടിൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിന് ഇവിടെ ജർമ്മനിയിൽ റെക്കഗ്നൈസേഷൻ ഉണ്ടോ ഇല്ലയെന്നും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനെ കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻസ് പങ്കുവെച്ച ക്രിസ്റ്റോയ്ക്കും നെസ്ബിക്കും ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.